അയ്യോ, ന്യായീകരണം കേട്ട് 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 അനീഷിന്റെ മൂട്ടിക്കൂടെ വേരിറങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആര്യൻ നഖം വെട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. മറ്റേ സൗന്ദര്യം നിങ്ങളുടെ മറ്റേ കാണുന്നവന്റെ കണ്ണിലാണ് കുരു സൗന്ദര്യം എന്ന് പറയുന്ന അവരുടെ മേക്കപ്പ് റൂമിലകത്തോട്ട്. അപ്പോഴത്തേക്കും അനീഷ് ആര്യനെ കേൾക്കാൻ റെഡി ആകുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു സംസാരം 1 മണിക്കൂറോളമായിട്ട് എന്നുവെച്ചാൽ ഒരു സൈഡില് സാബുമാന്റെ അടുത്തോട്ട് നെവിനും അക്ബറും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു. എന്നിട്ട് ആര്യൻ വന്നിട്ട് ഈ പറയുന്ന അക്ബറിനെയും നെവിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും നല്ലവനാണ് എന്ന് അവിടെ അനീഷ് ഏട്ടനോട് പറയുകയാണ്. നമ്മുടെ പാവ അനീഷ് ഏട്ടൻ. പക്ഷെ അവിടെ എനിക്ക് ആ സാബുമാനെ കാട്ടിയും ഫാർ 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 ബെറ്റർ ആണ്. അനീഷ് എന്തൊരു നല്ല മനുഷ്യനാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു മൊമെന്റ് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാല് വളരെ ക്ഷമയോടെ നോക്കിക്കോണേ, ഭയങ്കര ക്ഷമയോടെ ആര്യൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുകയാണ്. അത് ശരിയെന്നോ തെറ്റെന്നോ തലയാട്ടൽ പോലും ഇല്ലാതെ ആ ഒരു മനുഷ്യൻ എന്തൊരു ക്ഷമയാണ് അനീഷിന്. അത് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, എത്രയൊക്കെ പറഞ്ഞാലും അനീഷിന് ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഷാനവാസ്. ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. അതായത് ആര്യന്റെ നിലപാട് പറയുകയാണ്. ഞാൻ 3 പേര് ക്യാപ്റ്റനായി. ആ ക്യാപ്റ്റൻ ആയതിൽ അവരെങ്ങനെയെന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരൊക്കെ നല്ല പോലെ ആഹാരം സമയത്തിന് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 5 മണിക്കൂർ അന്ന് ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ ആ വേദന എടുത്ത് അത്രയും ഇതായതുകൊണ്ട് ഞാനും സാബുമാനും നൂറയൊക്കെ തൊട്ടടുത്ത ദിവസം കുറച്ച് ലേറ്റ് ആയിട്ട് 1/2 മണിക്കൂർ കൂടുതൽ ഉറങ്ങി. ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അപ്പൊ അന്നത്തെ ദിവസം എല്ലാവർക്കും ഫുഡ് ലേറ്റ് ആയി പോയി. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ 2 ക്യാപ്റ്റന്മാർ അവിടെ ഇരിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ വഴക്കാണ്. അതായത് ഗ്യാസ് കയറി, ഫുഡ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ അവർ കൺഫെഷൻ റൂമിൽ പോകുന്നു, വൊമിറ്റ് ചെയ്യുന്നു. നോക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഡ്രാമ. അയ്യോ അത് പക്ഷേ അപ്പൊ എനിക്ക് വിഷമം തോന്നി, എനിക്ക് ഗിൽറ്റ് അടിച്ചു. അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ വയ്യാത്ത കൈവച്ച് ഒരാൾക്ക് 2 ചപ്പാത്തി എന്നുള്ള രീതിയിൽ നമ്മൾ 9 പേരല്ലേ, അപ്പോൾ 18 ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞാൻ അത് ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്യാനായിട്ട് ഞാൻ വന്നു. ഞാൻ അത്രയും ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്ക് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമം വരത്തില്ലേ? ആർക്കായാലും വിഷമം വരത്തില്ലേ? ഇത് ഒരു കഥ പറയാണ്. ഇനി നെവിൻ ഷാനവാസ് വിഷയത്തിലുള്ള ആര്യന്റെ നിലപാട് അല്ലെങ്കിൽ ആര്യന്റെ ന്യായീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ചാല് നെവിനും ആ ഷാനവാസും തമ്മിലുള്ള വഴക്ക് അവിടെ നടക്കുന്നു. ഞാൻ അവിടെ കിച്ചണിലാണ്. അപ്പൊ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ വലിയ വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കാണുന്നതേ ഉള്ളൂ. ഞാൻ ദൂരം മാറി നിൽക്കുകയാണ്. അപ്പൊ അവർ തമ്മിൽ ഇങ്ങനെ വഴക്ക് നടക്കുന്നത് ഞാൻ കാണുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എപ്പോഴും ഇവിടെ വഴക്കാണല്ലോ നടക്കാറുള്ളത്. അപ്പം ഈ പറയുന്ന ഈ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടേ. അപ്പൊ ഈ നെവിൻ ഷാനവാസിക്കാടുത്ത് എന്തോ ചെയ്യുന്നു, അതിങ്ങനെ കാണുന്നു. അപ്പൊ ഷാനവാസിക്ക് അങ്ങ് താഴെ കിടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡ്രാമ, ഇങ്ങനെ വേറെ ഡ്രാമ കാണിക്കാതെ സീരിയൽ ഡ്രാമ എന്ന് മാത്രമാണ് ഞാൻ കരുതിയത്. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തേ ഇല്ല. അത് സത്യമായി എനിക്ക് അറിയത്തില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും അപ്പൊ ആ ഡ്രാമയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഡ്രാമ എന്ന് പറഞ്ഞു. ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, ഇത് ഡ്രാമയല്ല, ഇതെന്തോ സീരിയസ് ആണ്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഏതൊരു ഫ്രണ്ട്സിന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ അതിനെ എടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ഇവിടെ ആവുമ്പോൾ കൺഫെഷൻ റൂമിൽ ഞാൻ ബാക്കി ഗെയിമൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുമ്പോൾ അനുമോള് കണ്ടോ മാന്തി. എന്ത് കാര്യം? ഷാനവാസിനെ കൊല്ലാൻ നോക്കിയിട്ട് നമ്മൾ സഹായിക്കാൻ ചെല്ലുന്നു എന്ന് അനുമോള് ആ സമയത്ത് വാട്ട് ഡേർട്ടി ഗെയിം. നമ്മൾ അത്രയും അവസ്ഥയിൽ അനുമോള് പറഞ്ഞതാണ് ഷാനവാസിനെ കൊല്ലാൻ നോക്കി എന്ന്. നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മളത് ചിന്തിക്കത്തില്ല. അയ്യോ എൻ്റെ പൊന്നാരിയാ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണോ എന്ന് തോന്നും. എന്നിട്ട് ഷാനവാസിനെ സഹായിക്കാനാണ് നോക്കിയത്. കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയി. വേറെ ഒരു പ്രശ്നം അവിടെ താൻ ചെയ്തിട്ടില്ല. അത് നെവിൻ ചെയ്തത്, അത് അക്ബർ ചെയ്തത്. അവർ ചെയ്തതിന് എന്തിനാണ് എന്നെ പറയുന്നത് എന്നാണ് ആര്യൻ ചോദിക്കുന്നത്. നല്ല ന്യായീകരണമാണ്, നല്ലതാണ്. എന്നിട്ട് ഇനി നൂറയ്ക്കൊന്നും ഫുഡ് കൊടുക്കാതിരുന്നത്, വെസൽ കഴുകാത്തത് കൊണ്ട് നൂറയ്ക്കൊന്നും ഫുഡ് നിങ്ങൾക്ക് ഈ ഫുഡ് ഞാനത് വെറുതെ ഇതൊരു നാടകമാണെന്ന് വേണമെങ്കിൽ പറയാം. വെറും ഒരു നാടകമാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. കാരണം ഞങ്ങളൊരു നാടകം കളിച്ചതാണ്. ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, അതായത് പാത്രം കഴുകില്ല എന്ന്, വെസൽ കഴുകില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് തിരിച്ചുള്ള പണിഷ്മെന്റ് ഇതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതിന് ഇങ്ങനൊരു കിട്ടും എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞതാണ്. ഫുഡ് ഞങ്ങൾ തരാതിരിക്കത്തില്ല, ഞങ്ങൾ തരും. എൻ്റെ പൊന്നാരിയ, അങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത് അനീഷ് മാത്രം.
അങ്ങനെ ആര്യൻ കംപ്ലീറ്റ് ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആര്യന്റെ ആ ഒരു സ്ട്രഗിള്, എന്തായാലും ആ ഒരു സീൻ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. മേ ബി ഇന്നത്തെ കംപ്ലീറ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ആര്യൻ, നെവിൻ, അക്ബർ ഇവരുടെ 3 പേരുടെയും ന്യായീകരണമായിരിക്കും. ശരിക്കും ഈ ആഴ്ച എന്താണ് സംഭവിച്ചെന്നുള്ളത് അത് ലാലേട്ടനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗ് ബോസും അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഞാൻ അനീഷിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് 1 മണിക്കൂറോളം നീണ്ടു നിന്ന ആര്യന്റെ ആ ഒരു ന്യായീകരണം, അനീഷിനോടുള്ള ന്യായീകരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷ് പറയുന്ന മറുപടി, ആര്യൻ പറഞ്ഞത് ഒക്കെ എല്ലാം തുറന്നു പറഞ്ഞില്ലേ, അത് ആര്യൻ പറഞ്ഞതിൽ പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ട്, എനിക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഒരു നല്ല കേൾവിക്കാരനായിരിക്കണം എന്ന് എനിക്ക് തോന്നി. ആര്യന് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കേട്ടിരുന്നു എന്ന് മാത്രം. അടിപൊളി. അനീഷ് അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ കേൾക്കാം, അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് ഇങ്ങനെ പറയാം. നാളെ ലാലേട്ടൻ വരുമ്പോൾ ഉള്ളത് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനീഷല്ല, ആര്യനും അക്ബറും നെവിനും ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയണം എന്നുള്ളത് പറഞ്ഞ് പഠിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ സീരിയൽ ഗ്രാമർ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.